ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ 5 മന്ത്സ് ചാലഞ്ച്. ഡെയിലി എണീറ്റ് പഠിക്കുക, ക്രാക്ക് ചെയ്യുക, അതാണ് ചാപ്റ്റർ. ബട്ട് ഇന്നൊരു വേസ്റ്റ് ഡേ ആയിരുന്നു. ഐ മീൻ ഇത്ര വേസ്റ്റ് ആയിട്ടൊരു ഡേ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തന്നെയായിരുന്നു പഠിക്കുന്നത്, ബയോളജി. മിക്ക എല്ലാവർക്കും ബയോളജി ആയിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ്. ബട്ട് ബയോളജിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ലെസൺ ഉണ്ട്, പ്ലാന്റ് ഫിസിയോളജി എന്ന് പറഞ്ഞിട്ട്. അതിലത്തെ ചാപ്റ്റേഴ്സ് എൻ്റെ പൊന്നു മോനെ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ചാപ്റ്ററാണ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അതിലത്തെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും പറയണ്ട. ആ സാധനം ഞാൻ ഇന്നലെ കൊണ്ട് കുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ സാധനം തീരണമില്ല. തീരാത്ത തീരണ്ടായിരുന്നു. പക്ഷേ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പഠിക്കാൻ തോന്നണില്ല. എനിക്ക് ഇത്ര വെറുത്ത ചാപ്റ്റർ ഉണ്ടാവില്ല. എനിക്ക് +1 ഇഷ്ടമുണ്ടായില്ല, ഇപ്പം ഡ്രോപ്പറായിട്ടും എനിക്ക് ആ സാധനം ഇഷ്ടമില്ല. സംഭവം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്ലാന്റ് ഫിസിയോളജി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റിനൊക്കെ. പക്ഷേ എൻ്റെ സമയം എന്തോരാണ് കളയണേന്നറിയോ? ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുത്ത് ഇന്ന് PYQ ചെയ്യേണ്ടതായിരുന്നു. PYQ അല്ലെങ്കിൽ MCQ ചെയ്യേണ്ടതായിരുന്നു. ഫുള്ള് കുളമായി. പക്ഷേ വേറെ കാര്യം കൂടി ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിലാണ് പോയത്. കെമിസ്ട്രിത്തെ ഫിസിക്കലി ഞാൻ ചെയ്ത് അടിപൊളിയായിരുന്നു. PYQ ചെയ്ത് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ഫിസിക്സ് തൊട്ടിട്ടില്ല. ഫിസിക്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഫിസിക്സ് ഞാൻ ഇമ്പോർട്ടൻസ് ഉള്ള മാത്രമാണ് ഞാൻ നോക്കി പഠിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ളതാണ് ഞാൻ നോക്കി പഠിക്കുന്നത്. പരമാവധി ആൾക്കാർ വെയിറ്റേജ് നോക്കി പഠിക്കുക. ഇപ്പം ഞാൻ ബയോളജിയിലായാലും വെയിറ്റേജ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ബയോമോളിക്യൂൾസ്, ഈ പ്ലാന്റ് കിങ്ഡം, ഫോട്ടോസിന്തസിസ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ഇനിയുണ്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ ഞാൻ ഒന്നല്ലെങ്കിൽ സൈഡിൽ കൊടുക്കുക, ഇത് ഇവിടെ എവിടെയെങ്കിലൊക്കെ കൊടുക്കുക. ഇത്ര ചാപ്റ്റർ മെയിനായിട്ട് പഠിക്കണം. നമ്മുടെ കഴിഞ്ഞ 2 കൊല്ലം കണ്ടായിട്ട് നമ്മുടെ ലിവിങ് വേൾഡിൽ നിന്ന് അങ്ങനെ ഒന്നും അധികം ചോദിക്കില്ല. അപ്പോൾ പരമാവധി ലിവിങ് വേൾഡ് എന്തിനാണ് പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നല്ല, നമുക്കത് പഠിക്കാം. എന്താ സംഭവം നടക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി എന്തുകൊണ്ടാണ് എക്സാമിന് പാറ്റേൺ മാറ്റിയുണ്ട്. കറക്റ്റ് 180 ക്വസ്റ്റ്യൻ ഉള്ളൂ. അതുകൊണ്ട് പറയാൻ പറ്റില്ല ലിവിങ് വേൾഡ് അതായത് ചോദിച്ചാലോ. അപ്പോൾ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട, ചെറുതായിട്ട് പഠിക്കുക. അതെയോ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്ലാന്റ് കിങ്ഡം ഒക്കെ പഠിക്കണമെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും കൊടുക്കണ്ട. ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, അതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. ആ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ ഉണ്ട് മറ്റേ പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ, സൂസ്പോറ്, അനീസോഗ്യാമസ്, ഊഗ്യാമസ്, അതൊക്കെ ഇല്ലേ. അതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് മര്യാദക്ക് തലകുത്തിയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്കിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഊഗാമസ് അതൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. ഞാൻ ഈ ചുമലൊക്കെ ഇഷ്ടംപോലെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ ഇഷ്ടംപോലെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പരമാവധി നിങ്ങൾക്ക് കിട്ടാത്തതും സ്റ്റിക്കി നോട്ട് എഴുതി വെക്കണം. പിന്നെ മിസ്റ്റേക്ക് ബുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. മിസ്റ്റേക്ക് ബുക്ക് ഇല്ലാണ്ട് നീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ PYQ ചെയ്യുന്തോറും നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന മിക്ക ആൾക്കാരും പുറത്തൊന്നും പോയിട്ട് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ ആപ്പൊക്കെ ചെയ്തിട്ടല്ലേ ആപ്പൊക്കെ കയറ്റില്ലേ നമ്മൾ PYQ ചെയ്യണത്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ മിസ്റ്റേക്കായി പോകുമ്പോൾ നമ്മൾ മിക്കവാറും അത് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്കത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. ഇങ്ങനത്തെ ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ പേപ്പർ ഫുൾ എഴുതി വെക്കാം. ഞാൻ 100 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇതിൽ. കറക്റ്റ് ഇത് മറ്റേ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറച്ച് അലമ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. അപ്പം തെറ്റിയതാണ് ഞാൻ എഴുതി വെക്കുന്നത്. ഇപ്പോൾ എഴുതിയിട്ട് മിക്കതും എനിക്ക് കിട്ടും. ഇപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ A4 ഷീറ്റിൽ ഇതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലാന്റ് കിങ്ഡം അങ്ങനെ. ഞാൻ മെയിനായിട്ട് പിന്നെ ആപ്പല്ല മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് PYQ ചെയ്യാനായിട്ട്. ഞാൻ നേരെ നമ്മുടെ NCERT ഇല്ലേ, NCERT ഞാൻ NCERT ഇത് ഫുള്ള് ഇവിടെ വരെ വായിച്ചെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പോട്ടെ, ഈ പേജ് ഫുള്ള് വായിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ പേജ് ഫുള്ള് ഞാൻ ഫോട്ടോ എടുക്കും. പേജ് ഫുള്ള് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ChatGPTക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ChatGPTനോട് പറയും. എന്നിട്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻ ഈ പിക്ചർ ഈ ബേസ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരാൻ പറയും.
ഒരു മാക്സിമം ഈ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരും. അപ്പം അതാണ് ഞാൻ മെയിനായിട്ട് നോക്കണം. അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ടോപ്പിക്കായിട്ട് ഫുള്ള് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് തീർക്കാം. അപ്പം നിങ്ങൾ മെയിനായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ ChatGPT ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം. അല്ലാണ്ട് ഇതന്നെ ആൻസർ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത്. ChatGPT ആണ് തെറ്റ് പറ്റും. അപ്പോൾ ഗൂഗിളിനും തെറ്റ് പറ്റാറുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഡീപ്പ് സെർച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. നീറ്റ് ഹാർഡായിട്ട് പഠിക്കാണ്ട് സ്മാർട്ടായിട്ട് പഠിക്കാം. സോ ബൈ.